Dear students, welcome to a new session. നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രീൻസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രീൻസ് തിയറം ലൈൻ ഇൻ്റഗ്രൽസിനെയും മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് എ റീജിയൻ ലൈൻ ഇൻ്റഗ്രൽസ് വെച്ച് കണ്ടുപിടിക്കുക ഒരു എക്സ്പ്രഷൻ കിട്ടും. അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ എക്സ്പ്രഷനെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് വെച്ചും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ നോഷനാണ് സർഫസ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന നോഷൻ. നമ്മൾ സാധാരണയായിട്ട് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിൻ്റെ അകത്ത് ഒരു എക്സ് വൈ പ്ലെയിൻ്റെ അകത്ത് ഒരു റീജിയൻ എടുത്തു. ആ റീജിയൻ്റെ ബേസിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നതാണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഡബിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു എക്സ് വൈ പ്ലെയിൻ്റെ അകത്തെ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ സാധാരണയായിട്ട് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. എന്നാൽ ഫ്ലാറ്റ് സർഫസുകളിലല്ലാതെ വരുന്ന റീജിയൻസിന്റെ കേസിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആക്ച്വലി സർഫസ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. സർഫസ് ഇൻ്റഗ്രൽസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിന്റെ തന്നെ ഒരു ജനറലൈസേഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് സർഫസിലല്ല, എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകളിലല്ല. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു 3D ഒബ്ജക്റ്റിന്റെ സർഫസിലാണ്. അതുകൊണ്ടാണ് ഇതിനെ സർഫസ് ഇൻ്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ 3D ഒബ്ജക്റ്റിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് സ്ഫിയറിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ ഒരു അതിന്റെ സർഫസ് ഒരു 2D റീജിയൻ ആണ്, പക്ഷെ അതൊരു ഫ്ലാറ്റ് സർഫസും അല്ല. ഓക്കെ, അപ്പൊ ആ ടേംസിൽ നമുക്ക് ഇന്റഗ്രേഷൻ സാധ്യമാകും. ഇനിയും ഒരു റെക്ടാങ്കിൾ, ഒരു ക്യൂബോയിഡ് എടുത്തു കഴിഞ്ഞാൽ ക്യൂബോയിഡിന്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇൻ ജനറൽ അത് ടോട്ടലി കൂട്ടുമ്പോൾ ഫ്ലാറ്റ് സർഫസ് അല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു 3D ഒബ്ജക്റ്റിന്റെ സർഫസുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ നോഷൻ ഡിഫൈൻ ചെയ്തതിനെയാണ് സർഫസ് ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളിവിടെ ഒരു എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ യു വി പ്ലെയിൻ എന്നുള്ള രീതി എടുക്കുന്നു. യു വി പ്ലെയിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു 3D ഒബ്ജക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡൊമൈൻ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ഇവിടെ കാണുന്ന ഈ പിക്ചർ. അപ്പോൾ ഇവിടുത്തെ ഓരോ യുവിനും വിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പാരാമട്രൈസേഷൻ എടുക്കുകയാണ്. ആർ യു വി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സർഫസിന്റെ സർഫസ് ഭാഗമാണ് ഈ പറയുന്ന ഈ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതും ഈ സർഫസിന്റെ ടേംസിലാണ്. അപ്പൊ ഇതൊരു ഫ്ലാറ്റ് ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, ദിസ് ഇസ് എ കർവ്ഡ് സർഫസ്. ഓക്കെ, അപ്പൊ ഈ സർഫസിന്റെ ടേംസ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് നോഷൻസ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം. ഒന്ന്, നമ്മളിവിടെ ഈ ഫ്ലാറ്റ് സർഫസിന്റെ കേസിൽ അല്ലാത്ത കേസിൽ നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒബ്ജക്റ്റിൽ, അതായത് ഈ ഒരു 3D ഒബ്ജക്ട്സിന്റെ കേസിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫംഗ്ഷനും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സിഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സ്മൂത്ത് സർഫസ്. ആ സ്മൂത്ത് സർഫസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ നോഷൻ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഈ 3D ഒബ്ജക്റ്റ് ആണ് നമ്മുടെ സ്മൂത്ത് സർഫസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ സ്മൂത്ത് സർഫസിന്റെ കേസിൽ അതിനകത്ത് 3D ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ ഓരോ പോയിന്റ് എന്ന് പറയുമ്പോഴും അവരുടെ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഓരോ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സർഫസ് ഇന്റഗ്രലിന്റെ ഡിഫിനിഷൻ എന്താണ്? നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടെ ഈ സർഫസ് ഏരിയ പാർട്ട് മാത്രം പരിഗണിക്കുന്നു. അതൊരു 2D ഒബ്ജക്റ്റ് ആണ്. എന്നിട്ട് അതിനെ നമ്മൾ ചെറിയ ചെറിയ റെക്ടാങ്കിൾസ് ആയിട്ട് പരിഗണിക്കുന്നു. ഇവിടെ കാണിക്കുന്ന ഈ DS പോലത്തെ റെക്ടാങ്കിൾസ് ആയിട്ട് പരിഗണിക്കുന്നു. അതിന്റെ ഏരിയ നോഷന്റെ ഡിഫറൻഷ്യലാണ് DS എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തൽക്കാലത്തേക്ക് പരിഗണിക്കുന്നത് ഇതിന്റെ സർഫസ് പാർട്ടിനെ ആർ ഓഫ് യു വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യുവും വിയുമാണ് അവിടുത്തെ പാരാമീറ്റർ. അപ്പം ഇതിന്റെ ഈ ഏരിയ കണ്ടെത്തണമെന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പം ഇതിന്റെ ഓരോ റെക്ടാങ്കുലർ റീജിയന്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ റെക്ടാങ്കുലർ റീജിയന്റെ അകത്ത് ഉള്ളിൽ ധാരാളം എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ എഫ് ഓഫ് എക്സ് വൈ സെഡ് കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ഇങ്ങനെ ഓരോ റെക്ടാങ്കിളിലും ഈ പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ളൊരു പോയിന്റിന്റെ എഫ് ഓഫ് എക്സ് വൈ സെഡും ആ റെക്ടാങ്കിളിന്റെ ഏരിയയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ടോട്ടലി എന്ത് ചെയ്യുക? സം ചെയ്യുക. ആ സമ്മിന്റെ ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്
ഒരു 3D ഒബ്ജക്ട്സ് എടുക്കുന്നു. ആ 3D ഒബ്ജക്റ്റിന്റെ സർഫസ് എടുക്കുന്നു. സർഫസിനെ നമ്മൾ ചെറിയ ചെറിയ റെക്ടാങ്കുലർ റീജിയൻസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു. ഓരോ റെക്ടാങ്കുലർ റീജിയന്റെ അകത്തുനിന്നും ഓരോ ആർബിട്രറി പോയിന്റ്സ് കണ്ടെത്തുന്നു. ആ ആർബിട്രറി പോയിന്റ്സിന്റെ ഫംഗ്ഷൻ വാല്യൂ f(x, y, z) കണ്ടെത്തുന്നു. എന്നിട്ട് ഈ പറയുന്ന റീജിയന്റെ റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയയുമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ സം ചെയ്യുന്നു. അതാണ് ഈ എക്സ്പ്രഷൻ f(x star, xk star, yk star, zk star, delta sk) എന്ന് പറയുന്നത് kth റെക്ടാങ്കുലറിന്റെ ഏരിയ ആണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എടുക്കുന്നു, അതിന്റെ ലിമിറ്റ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ, ഒരു ഫൈനൈറ്റ് വാല്യൂമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സർഫസ് ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷനെ ഒരു റീജിയന്റെ സർഫസിൽ മാത്രം, അല്ലെങ്കിൽ ഒരു 3D ഒബ്ജക്റ്റിന്റെ സർഫസിൽ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് സർഫസ് ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം നേരത്തെ ഡിഫൈൻ ചെയ്ത മൾട്ടിപ്പിൾ ഇന്റഗ്രലുമായിട്ടുള്ള വ്യത്യാസം, അവിടെ പ്രൈമറി റീജിയൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസുകളാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ കർവ്ഡ് ആയിട്ടുള്ള റീജിയൻസിനെ നമുക്ക് പരിഗണിക്കാം. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള സർഫസ് ഇന്റഗ്രൽസുമായി ബന്ധപ്പെട്ട നോഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസ് ഇന്റഗ്രൽസിനെ നമുക്ക് പഠിക്കണം. ആ സർഫസ് ഇന്റഗ്രൽസിന്റെ നോഷൻ പഠിക്കണം. ആ സർഫസ് ഇന്റഗ്രൽസിന്റെ നോഷൻ വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. ഇത്രയും കാര്യമാണ് ഈ ലെക്ചർ നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1-2 പോയിന്റ്സ് പറയാനുള്ളത്. നമ്മൾ സർഫസ് ഇന്റഗ്രൽസ് പറയുമ്പോൾ f(x, y, z) എന്ന് പറയുന്നത് ആ സർഫസിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് ആയിട്ടും പരിഗണിക്കുന്നത്. ഇനി f(x, y, z) 1 ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ സർഫസ് ds എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫസ് ഏരിയ ആയിരിക്കും. കാരണം നേരത്തെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ dA എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ റീജിയൻ ആണ്. ഇവിടെ സർഫസിന്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് സർഫസ് ഏരിയ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ നോഷൻ, മാസ് ഓഫ് എ ലാമിന ഡിഫൈൻഡ് ബൈ ഡെൻസിറ്റി ഫംഗ്ഷൻ f(x, y, z) എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ സർഫസ് f(x, y, z) ds ആയിരിക്കും. ഇത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് റിലേഷൻഷിപ്പ് ആണ്, നമ്മൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള സർഫസ് ഇന്റഗ്രൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, നമ്മൾ ഇവിടെ നമുക്കൊരു സർഫസ് വേണം. ആ സർഫസിനെ ഒരു പാരാമീറ്ററൈസേഷൻ ടേംസ് ഡിഫൈൻ ചെയ്തു. അതായത് ഇവിടെ സർഫസ് എന്ന് പറയുമ്പോൾ ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്, എക്സും ഉണ്ട്, വൈയും ഉണ്ട്, ഇസഡും ഉണ്ട്. ഈ എക്സും വൈയും ഇസഡും യുവും വി എന്ന് പറയുന്ന രണ്ട് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് r(u_v) ആണ് നമ്മുടെ സർഫസ് എന്ന് വിളിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന r(u_v) x(u_vi) പ്ലസ് y(u_vj) പ്ലസ് z(u_vk) ഇങ്ങനെ നമ്മൾ ഒബ്ജക്ട്സ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3 കമ്പോണൻസ് ഉണ്ട്. 3 കമ്പോണൻസ് രണ്ട് പാരാമീറ്ററിനെ നമ്മൾ രണ്ട് പാരാമീറ്ററിന്റെ ടേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പ്രൈമറിലി പറയുന്നത്. അപ്പം ഇവിടുത്തെ ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് എന്താണ് ഈ r(u_v) എന്ന ടേംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ds-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ds എന്ന് പറയുന്നത് ഏരിയ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനിയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ds എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ അകത്തെ ഓരോ പോയിന്റും r(u_v) ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ട് ടാൻജന്റ് കണ്ടുപിടിക്കും. ഈ സർഫസിന്റെ രണ്ട് ടാൻജന്റ് കണ്ടുപിടിക്കും. ഒന്ന് u ഡയറക്ഷനുള്ള ടാൻജന്റും v ഡയറക്ഷനുള്ള ടാൻജന്റും. ഇവിടെ uv ആണല്ലോ നമ്മുടെ പാരാമീറ്ററൈസേഷൻ. ഇനി u ഡയറക്ഷനുള്ള ടാൻജന്റ് എന്ന് വെച്ചാൽ ∂r/∂u × du ആണ്. കാരണം അങ്ങനെയാണ് നമ്മൾ ടാൻജന്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്. ∂u/∂x എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള ടാൻജന്റ് ആണ്, y കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്. അപ്പൊ ഇവിടെ r എന്ന് പറയുന്ന വെക്ടർ യുവും വിനെയും വി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യു ഡയറക്ഷനുള്ള ടാൻജന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ∂r/∂u അല്ലെങ്കിൽ r(u) du കണ്ടെത്തിയാൽ മതി. അതാണ് ഈ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വി ഡയറക്ഷനുള്ള ടാൻജന്റ് എന്ന് വിളിക്കുന്നത് ∂r/∂v × dv ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടർ കിട്ടി, രണ്ട് പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടി. ഇനി രണ്ട് പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടിയാൽ, എയും ബിയും രണ്ട് പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടിയാൽ എയും ബിയും കൂടെ ഫോം ചെയ്യുന്ന റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് നോം ഓഫ് a ക്രോസ് ബി ആണ്. നമ്മുടെ നേരത്തെ ഉള്ള എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ എക്ക് പകരം RU/DU ആണ്, ബിക്ക് പകരം RV/DV ആണ്. സോ ഏരിയ ds എന്ന് പറയുന്നത് RU/DV × RV/DV നോമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് DU/DV ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് വെളിയിലെടുക്കുന്നു. ബാക്കി നോം ഓഫ് RU × RV × DU/DV ആണ് നമ്മുടെ ds എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്, നമ്മൾ എന്ത് പറഞ്ഞു? അതായത് നമ്മൾ ds എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത്
നോം ഓഫ് ആർ യു ക്രോസ് ആർ വി ഇൻറ്റു ഡി യു ഡി വി. നോം എന്ന് വെച്ചാൽ മോഡുലസ് എന്ന് പറഞ്ഞ നോഷൻ തന്നെയാണ് നമ്മൾ പ്രൈമറിലി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയതിന്റെ റീസണും ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനിയിപ്പം എക്സിനും ആർ ഓഫ് ഇവിടുത്തെ ആർ ഓഫ് യു വി എന്ന് വെച്ചാൽ എക്സ് ഓഫ് യു വി, വൈ ഓഫ് യു വി, ഇസഡ് ഓഫ് യു വി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് വെച്ചാൽ എക്സിന് പകരം എക്സ് ഓഫ് യു വി ആണ്, വൈക്ക് പകരം വൈ ഓഫ് യു വി ആണ്, ഇസഡിന് പകരം ഇസഡ് ഓഫ് യു വി ആണ്. ഇൻറ്റു നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഡി എസ് നമ്മൾ കണ്ടുപിടിച്ചു. ഡി എസ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ആർ യു ക്രോസ് ആർ വി ഇൻറ്റു ഡി യു ഡി വി ആണ്. ആർ യു എന്ന് വെച്ചാൽ ഡി ആർ ഡോ ആർ ബൈ ഡോ യു ആണ്. ആർ വി എന്ന് വെച്ചാൽ ഡോ ആർ ബൈ ഡോ വി ആണ്. ഓക്കെ, അപ്പൊ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ ഡി യു ഡി വി ആണ്. അപ്പം ആർ ഓഫ് യു വി ഇസിക്കറ്റ് എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് ഇസഡ് ഓഫ് യു വി കെ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പാരാമീറ്ററൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സർഫസ് ഇന്റഗ്രലിന്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇങ്ങനെയാണ് നമുക്ക് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റീജിയൻ ആണ്. ഇനി ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നോർമൽ എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. ഇപ്പൊ നമ്മളിവിടെ രണ്ട് ടാൻജന്റ് പറഞ്ഞു. ഓക്കെ, രണ്ട് ടാൻജന്റ് പറഞ്ഞു. ഇനി രണ്ട് ടാൻജന്റുമായിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വെച്ചാൽ ഈ ടാൻജന്റുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ ടാൻജൻസുമായിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതിനെ യൂഷ്വലി n എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ടാൻജന്റിന്റെ കമ്പോണൻസ് എന്ന് വെച്ചാൽ ആർ യുവും ആർ വിയുമാണ്. ഓക്കെ, ഇനി അതുമായിട്ട് രണ്ട് വെക്ടർ എയും ബിയും ആണെങ്കിൽ അതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. അപ്പം ഇവിടത്തെ ടാൻജന്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഈ ആർ യു എന്ന് പറഞ്ഞ ടാൻജന്റുമായിട്ടും ആർ വി എന്ന് പറഞ്ഞ ടാൻജന്റുമായിട്ടും പെർപെൻഡിക്കുലർ ആണ്. സോ വിച്ച് മീൻസ് അതിന്റെ നോർമൽ എന്ന് വെച്ചാൽ ആർ യു ക്രോസ് എന്തായിരിക്കും, ആർ വി ആയിരിക്കും. അതിന്റെ യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കണമെങ്കിൽ ആ വെക്ടറിന്റെ മോഡുലസ് കൊണ്ട് അല്ലെങ്കിൽ നോം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ n എന്ന് പറയുന്ന യൂണിറ്റ് നോർമൽ വെക്ടർ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ആർ യു ക്രോസ് ആർ വി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ യു ക്രോസ് ആർ വി ആണ്. ഇതാണ് നോർമൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. ടാൻജന്റ് വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടറിനെയാണ് നോർമൽ വെക്ടർ ഡിനോട്ടഡ് ബൈ n എന്നാണ് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് വെക്ടറിനെയാണ് യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതിങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പാരാമീറ്ററൈസേഷന്റെ കേസ്. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് n ഇസിക്വൽ ടു ആർ യു ക്രോസ് ആർ വി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് സർഫസ് ഇന്റഗ്രൽസ് കൂടെ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ സർഫസ് ഇന്റഗ്രൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ആർ ഓഫ് യു എന്ന് പറഞ്ഞ പാരാമീറ്ററൈസേഷന്റെ കേസാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസിക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററൈസേഷൻ ആണ്. ഇസഡ് ഇസിക്വൽ ടു ജി ഓഫ് എക്സ് വൈ. അപ്പൊ ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പൊ ഇസഡ് കോർഡിനേറ്റ്സ് എക്സിനെയും വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നോഷൻ. അപ്പം ഇസഡ് ഇസിക്വൽ ടു ജി ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ പറഞ്ഞ പാരാമീറ്ററൈസേഷന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ സർഫസ് ഇന്റഗ്രൽസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള സർഫസ് നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ സർഫസിന്റെ പ്രൊജക്ഷൻ എടുക്കും. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഈ സർഫസ് ഇതാണ് നമ്മുടെ ഇസഡ് ഇസിക്വൽ ടു എക്സ് വൈ എന്നുള്ള ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു സർഫസ് ആയിട്ട് പരിഗണിക്കുക. ഇതിനെ എക്സ് ആക്സിസ് ആണ് താഴത്തേത്, വൈ ആക്സിസ് ആണ് ഇത്. അപ്പൊ ഈ സർഫസിന്റെ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഈ എക്സ് വൈ ആക്സിസിൽ ഈ സർഫസിന്റെ ഇമേജിനെയാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സർഫസ് എടുക്കുന്നു, ഈ സർഫസിന്റെ നിഴൽ അല്ലെ ഫുട് പ്രിന്റ് ഓൺ എക്സ് വൈ പ്ലെയിൻ എടുക്കുന്നു. ആ എക്സ് വൈ പ്ലെയിനിലുള്ള അതിന്റെ നിഴലിനെയാണ് നമ്മൾ ആർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഇസഡ് ഇസിക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ഷൻ സർഫസ് എടുക്കുന്നു, അതിന്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആണ് ആർ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഇത് നമ്മൾ ഇസഡ് ഇസിക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് അതിന്റെ പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഡബിൾ സർഫസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. ഇത് എങ്ങനെ കിട്ടിയെന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എക്സിന് പകരം എക്സ് കൊടുത്തു, വൈക്ക് പകരം വൈ കൊടുത്തു, ഇസഡിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയും ഈ ഡി എസിന് പകരം ഈ എക്സ്പ്രഷൻ കിട്ടുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇസഡ് ഇസിക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ളതാണ്. അപ്പൊ ഇസഡിന് പകരം നമ്മുടെ നേരത്തെ പാരാമീറ്ററൈസേഷന്റെ അകത്ത് തന്നെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ യു വിക്ക് പകരം എക്സ് വൈ ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് എക്സ് തന്നെയാണ്, സെക്കൻഡ് കമ്പോണന്റ് വൈ തന്നെയാണ്. ഇസഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇനി നമുക്ക്
വേണ്ടത് നമുക്ക് അവിടുത്തെ നോഷൻ അനുസരിച്ചിട്ട് ആർ യു ക്രോസ് ആർ വി നോം ഓഫ് ആർ യു ക്രോസ് ആർ വി ഇൻറ്റു ഡി യു ഡി വി ആണ് ഡി എസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ യുവിനും വിക്ക് പകരം എക്സും വൈയും ആയതുകൊണ്ട് നമ്മൾ ആർ എക്സ് എന്ന് എടുക്കുന്നു, ആർ വൈ എന്നും എടുക്കുന്നു. ആർ എക്സ് എന്ന് വെച്ചാൽ ഡോ ആർ ബൈ ഡോ എക്സ് ആണ്, അതിന്റെ കമ്പോണൻസ് മാത്രം പറയുന്നത്. അതായത് ഈ ഫസ്റ്റിന്റെ കമ്പോണന്റ് ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഡോ വൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി അടുത്തത് ഡോ ജി ബൈ ഡോ എക്സ്, ജി എക്സിനെ വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡോ ജി ബൈ ഡോ എക്സ് ആണ് അതിന്റെ കമ്പോണന്റ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു വെക്ടർ ആണ്, വെക്ടറിന്റെ 3 കമ്പോണന്റ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണന്റ് 1 ആണ്, സെക്കൻഡ് കമ്പോണന്റ് 0 ആണ്, തേർഡ് കമ്പോണന്റ് ഡോ ജി ബൈ ഡോ എക്സ് ആണ്. ഇവിടെ ജി ഇസ് ഈക്വൽ ടു ഇസഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എടുക്കുന്നത്. ഇനി സിമിലർലി ആർ വൈ എടുക്കുന്നു. ആർ വൈ എന്ന് വെച്ചാൽ ഡോ ആർ ബൈ ഡോ വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ 0 ആണ്, വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ 1 കിട്ടും, ജിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ ഡോ ജി ബൈ ഡോ വൈ അല്ലെങ്കിൽ ജി ഇസഡ് ആയതുകൊണ്ട് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് കിട്ടും. സോ ഇതിനെ കമ്പോണൻസ് ആയിട്ട് എഴുതുമ്പോൾ 0, 1 ഡോ ഇസഡ് ബൈ ഡോ വൈ അല്ലെങ്കിൽ ഡോ ജി ബൈ ഡോ വൈ എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇത് എഴുതിയത്. ഓക്കെ, ഇനിയും ആർ എക്സ് ക്രോസ് ആർ വൈ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ആർ എക്സ് ക്രോസ് ആർ വൈ രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ, ഫസ്റ്റ് വെക്ടറിന്റെ കമ്പോണൻസ് 1, 0 ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്, സെക്കൻഡ് വെക്ടറിന്റെ കമ്പോണൻസ് 0, 1 ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കമ്പോണൻസ് ആക്കി എഴുതുന്നു. ഫസ്റ്റ് ഐ ഇൻറ്റു അതിന്റെ മൈനർ എടുത്ത് കഴിയുമ്പോൾ ഈ 0 ഡോ ഇസഡ് ബൈ ഡോ എക്സ്, 1 ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നുള്ള മെട്രിക്സിന്റെ എന്ത് ഡിറ്റർമിനന്റ്, അത് 0 ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് 1 ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് മൈനസ് 1 ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഐ ഇൻറ്റു എന്നാണ് അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ എഴുതുന്നുള്ളൂ, ഐ എഴുതിയില്ല. ഓക്കെ, രണ്ടാമത്തേത് ജെ യുടെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോ ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നു. 1 ഡോ ഇസഡ് ബൈ ഡോ എക്സ്, 0 ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് കിട്ടുന്നു. അത് നമുക്ക് അതിന്റെ ആൻസർ മൈനസ് ജെ എന്നാണ് തുടങ്ങുന്നത്. സോ മൈനസ് ഓഫ് 1 ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ മൈനസ് 0 ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ്. സോ മൈനസ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് പ്ലസ് കെ ഇൻറ്റു കെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ബാക്കിയുള്ളത് 1, 0, 0, 1 ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. സോ 1 എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് നമുക്ക് ആർ എക്സ് ക്രോസ് ആർ വൈ കിട്ടി. ഓക്കെ, ആർ എക്സ് ക്രോസ് ആർ വൈയുടെ നോം എടുത്തിട്ട് അതിനെ ഇൻറ്റു ഡി യു ഡി വി എടുക്കുമ്പോഴാണ് ഡി എസ് കിട്ടുന്നത്. അപ്പൊ ആർ എക്സ് ക്രോസ് ആർ വൈയുടെ കമ്പോണൻസ് കിട്ടി. ഓക്കെ, അതിന്റെ നോം എടുക്കുക എന്ന് വെച്ചാൽ ഓരോ കമ്പോണന്റിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് സം ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. സോ വിച്ച് മീൻസ് മോഡുലസ് ഓഫ് ആർ എക്സ് ക്രോസ് ആർ വൈ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ, സെക്കൻഡ് കമ്പോണന്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ, തേർഡ് കമ്പോണന്റ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ആർ എക്സ് ക്രോസ് ആർ വൈ എന്ന് കിട്ടും. ഇപ്പൊ ഡി എസ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ആർ എക്സ് ക്രോസ് ആർ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ ആണ്. ആർ എക്സ് ക്രോസ് ആർ വൈയുടെ മോഡുലസ് കിട്ടി, ഡി എക്സ് ഡി വൈക്ക് പകരം ഡി എന്നും കൊടുത്തു. സോ ഇങ്ങനെയാണ് നമുക്ക് ആ എക്സ്പ്രഷൻ കിട്ടിയത്. സോ നമുക്ക് ഇന്റഗ്രൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ എങ്കിൽ, സർഫസിന്റെ എക്സ്പ്രഷൻ എങ്കിൽ എക്സിന് പകരം എക്സ് തന്നെ കൊടുക്കുക, വൈക്ക് പകരം വൈ തന്നെ കൊടുക്കുക, ഇസഡിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുക, ഡി എസിന് പകരം സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി ഇസഡ് ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഇസഡിന് പകരം നമുക്ക് ജി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ സെയിം എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിലും സർഫസ് ഇന്റഗ്രലിന്റെ എക്സ്പ്രഷൻസ് കിട്ടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൂടെ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് സർഫസ് ഇന്റഗ്രൽ xy ds where sigma is part of the plane x plus y plus z is equal to 1 lying on the first octant. അപ്പൊ നമുക്ക് വേണ്ടത് സർഫസ് ഇന്റഗ്രൽ എക്സ് വൈ ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഓൺ ദ ഫസ്റ്റ് ഒക്ടന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇസഡ് ഈസ് ഈക്വൽ ടു എന്ന രൂപത്തിൽ എഴുതാം. ഇതിന്റെ പാരാമെട്രൈസേഷൻ തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിനെ ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിലാകും. ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിലാകുമ്പോൾ സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്നുള്ളതാണ്. ആർ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ്. അതായത് നമ്മൾ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പ്രൊജക്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? അവിടെ 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രൊജക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക്
എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് ഇസഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഇസഡിന് 0 കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ കിട്ടി. പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിംഗ്ലി ഫസ്റ്റ് ക്വാഡ്രന്റും ആണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈന് 0 1 കൂടെയും 1 0 കൂടെയും പാസ് ചെയ്യുന്ന ലൈനാണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഈ ട്രയാങ്കുലർ റീജിയൻ ആണ് നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ നമുക്ക് റീജിയൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഓരോ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ അകത്ത് കണ്ടെത്തേണ്ട വാല്യൂ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ, ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ 1, എന്നിട്ട് എക്സിന് എക്സ് വൈക്ക് വൈ ജി ഓഫ് ഇസഡിന് ജി ഓഫ് എക്സ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന വാല്യൂവിനെ ഡബിൾ ഇന്റഗ്രൽ ചെയ്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഇന്റഗ്രൽസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ നോഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് സർഫസിന്റെ പ്രൊജക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ പ്രൊജക്ഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0, മൈനസ് എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് -1, മൈനസ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് 0. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് -1 കിട്ടുന്നു. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് വെച്ചാൽ 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് -1. സോ സ്ക്വയർ റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെങ്കിൽ 1 ഈസ് ഈക്വൽ ടു -1ന്റെ സ്ക്വയർ എ പ്ലസ് -1ന്റെ സ്ക്വയർ എ പ്ലസ് 1ന്റെ സ്ക്വയർ റൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു √3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നാണ് കിട്ടുന്നത്. ആ സ്ക്വയർ റൂട്ടിന്റെ അകത്തെ എക്സ്പ്രഷൻ √3 ആണ് ഓൾറെഡി കണ്ടുപിടിച്ചു ഇൻറ്റു ഡി എ. അപ്പൊ ഇനി നമുക്ക് ഈ റീജിയന്റെ ലിമിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ റീജിയൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഈ ട്രയാങ്കുലർ റീജിയൻ ആണ് റീജിയൻ. ഓക്കെ, അപ്പൊ ഇതിന് ഒന്നുകിൽ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുക, അല്ലെങ്കിൽ വൈ ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുക. നമ്മൾ വൈ ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുന്നു. ആ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് y ഈക്വൽ ടു 0 എൻഡ് ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനാണ്. അതിൽ നിന്ന് y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ വൈയുടെ വാല്യൂ 0 തൊട്ട് 1 മൈനസ് എക്സ് വരെയാണ് വൈയുടെ വാല്യൂ. ഓക്കെ, ആ സ്ട്രിപ്പിനെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ട്രയാങ്കുലർ റീജിയൻ കിട്ടുന്നത്. ഈ പോയിന്റ് എന്ന് വെച്ച് എക്സിന്റെ വാല്യൂ 0 ആണ്, ഈ പോയിന്റ് എന്ന് വെച്ച് എക്സിന്റെ വാല്യൂ 1 ആണ്. സോ വൈയുടെ വാല്യൂ 0 തൊട്ട് 1 മൈനസ് എക്സ് വരെ എടുക്കുക, എക്സിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെ എടുക്കുക. അപ്പോഴാണ് ഈ ട്രയാങ്കുലർ റീജിയൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ റീജിയൻ എക്സിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെ, വൈയുടെ വാല്യൂ 0 തൊട്ട് 1 മൈനസ് എക്സ് വരെ. നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഇവിടെ ഇസഡിനൊന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട്, ഇസഡിന്റെ എക്സും വൈയും മാത്രമേ ഉള്ളത് കൊണ്ട് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഇനി ആദ്യം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡി വൈ തന്നെ ആദ്യം ചെയ്യണം. കാരണം വൈയുടെ ലിമിറ്റ് ഫംഗ്ഷൻസിന്റെ നോഷനിലായതുകൊണ്ട് ആദ്യം ഡി വൈ തന്നെ ചെയ്യണം. ഡി വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ √3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈയുടെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ y സ്ക്വയർ ബൈ 2 ആണ്. സോ ലിമിറ്റ് കൊടുക്കുന്നു 0 to 1 മൈനസ് എക്സ് ഡി എക്സ്. വൈക്ക് ആദ്യം 1 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈ 1/2 വെളിയിലെടുത്തു, മൈനസ് 0യുടെ സ്ക്വയർ 0 ആയതുകൊണ്ട് the answer is √3/2 into integral 0 to 1 x into 1 minus x the whole square. 1 minus x the whole square എന്ന് വെച്ചാൽ 1 minus 2x plus x square ആണ്. അതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x minus 2x square plus x cube into dx ഇന്റഗ്രൽ 0 to 1 എന്ന് കിട്ടും. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ x square by 2, 2x square ഇന്റഗ്രൽ ഈസ് 2x cube by 3, x ക്യൂബിന്റെ ഇന്റഗ്രൽ ഈസ് x raised to 4 by 4. അതാണ് ഈ എക്സ്പ്രഷൻ കിട്ടിയത്. ഇനിയും എക്സിന് അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാ വാല്യൂസും 0 ആണ്. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 square by 2 minus 2 into 1 cube by 3 plus 1 raised to 4 by 4, that is 1/2 minus 2 by 3 plus 1/4 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3/24 എന്ന് കിട്ടും. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ചെയ്തത് ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. നമ്മുടെ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന ആക്ച്വലി 2-3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് ഈ സർഫസിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ എക്സ് വൈ റേഞ്ചുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് റൂട്ട് ഓഫ് ഡി എക്സ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 കണ്ടുപിടിക്കുക. എന്നിട്ട് ഇന്റഗ്രേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടൈപ്പ് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഇവാലുവേറ്റ്
surface integral y square z square into ds, where sigma is the part of the cone, z is equal to root of x square plus y square between z is equal to 1 and z is equal to 2. അപ്പം ഇതൊരു ആക്ച്വലി ഒരു കോണിന്റെ z is equal to 1 തൊട്ട് z is equal to 2 വരെയുള്ള ഒരു റീജിയന്റെ സർഫസ് ഇന്റഗ്രൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പഴയ പോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ആദ്യം റൂട്ടിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1/2 റൂട്ട്, സോ 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ 2x എന്ന് കിട്ടും. ഈ 2 2 ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ ഈസ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാലും റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നെക്സ്റ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 കിട്ടും, വൈ സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 2y എന്ന് കിട്ടും. 2 2 ക്യാൻസൽ ആയി പോയിട്ട് ഈ രൂപത്തിലുള്ള എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡി എസിന്റെ ആൻസർ അറിയാം. റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് കിട്ടും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി പോകും. സോ ദ ആൻസർ ഈസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിമിലർലി രണ്ടാമത്തെ ചേർത്ത എക്സ്പ്രഷനും വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് 1 എന്ന് കിട്ടും. ഇനിയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാകും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അത് ക്യാൻസൽ ആയി പോകുമ്പോൾ ടോട്ടൽ ആൻസർ ഈസ് 1 + 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് വെച്ചാൽ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ആണ്. ഇസഡിന് പകരം നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കൊടുക്കാം, കാരണം നമുക്ക് ആ രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. സോ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ റീജിയൻ 1 തൊട്ട് 2 വരെയാണ്. ആക്ച്വലി ഇതിന്റെ ഈ കോണിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇതിന്റെ പ്രൊജക്ഷൻ 0-ലേക്കല്ല വേണ്ടത്, 1-ലേക്കും 2-ലേക്കുമാണ് വേണ്ടത്. അപ്പോൾ ഇസഡ് ഇസിക്കൽ ടു 1 കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു 1, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു 1 എന്ന് കിട്ടും, വിച്ച് ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1. ഇനി ഇസഡ് ഇസിക്കൽ 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇസിക്കൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു 4 എന്ന് കിട്ടും. അതായത് നമ്മുടെ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ 1 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെയും 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, അതാണ് നമ്മുടെ അനുലസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത അനുലസ് എന്ന് പറയുന്ന റീജിയൻ ആണ് സാധനം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതിനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ പാരാമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൗകര്യമാണ്. ഇത് സർക്കിൾ ആയതുകൊണ്ട് എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും കൊടുക്കാം. സോ ഇസഡ് ഈസിക്കൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അത് ക്യാൻസൽ ആയി കളയുമ്പോൾ ഇസഡ് ഈസിക്കൽ ടു ആർ എന്ന് കിട്ടും. അപ്പം നമുക്ക് കുറച്ചുകൂടെ സൗകര്യം. ഓക്കെ, അതുകൊണ്ടാണ് ആ രീതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ റേഡിയസ് ആർ എന്ന് പറയുന്നത് 1 തൊട്ട് 2 വരെയാണ്, കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ റേഡിയസ് ആറിന്റെ വാല്യൂ 1 തൊട്ട് 2 വരെയാണ്. അതിന്റെ കാരണം ഇസഡ് ഈസിക്കൽ ടു 1 ഇസഡ് ഈസിക്കൽ 2 ഇവിടെ കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് 2 സർക്കിൾ കിട്ടി. ആ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് റേഡിയസ് 1 തൊട്ട് 2 വരെയാണ്. സർക്കിൾ ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 0 തൊട്ട് 2π വരെയാണ്. എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുന്നു, കാരണം കോണിനെ നമ്മൾ എക്സ് വൈ സർഫസിലേക്ക് പ്രൊജക്ട് ചെയ്ത സർക്കിളെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇസഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ എന്ന് കിട്ടും, ഇസഡ് ഇസിക്കൽ ടു ആർ എന്ന് കിട്ടും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഡബിൾ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് ഇസിക്കൽ ടു, ഇവിടെ ഡി എസിന്റെ സ്ഥാനത്ത് വരുന്നത് നമുക്ക് √2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡി എക്സ് ഡി വൈക്ക് വേണ്ടി നമ്മൾ പാരാമീറ്ററൈസേഷൻ കൊടുത്തു. ആർ ഡി ആർ ഡി തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ റേഡിയസിന്റെ വാല്യൂ 1 തൊട്ട് 2 വരെയാണ്, തീറ്റയുടെ വാല്യൂ 0 തൊട്ട് 2π വരെയാണ്. ഇനി വൈക്ക് പകരം ആർ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു, ഇസഡിന് പകരം ആർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇസഡ് സ്ക്വയർ ഈസ് ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആർ, അപ്പോൾ ആർ റൈസ് ടു 5 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡി ആർ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, ആദ്യം ആർ റൈസ് ടു 5ന്റെ ഇന്റഗ്രൽ ഈസ് ആർ റൈസ് ടു 6/6 എന്ന് കിട്ടും. അതിൻ്റെ ആറിൻ്റെ ലിമിറ്റ് 1 തൊട്ട് 2 വരെയാണ്. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 റൈസ് ടു 6/6 വിച്ച് ഈസ് 64/6 എന്ന് കിട്ടും, മൈനസ് 1 റൈസ് ടു 6/6 ദാറ്റ് ഈസ് 1/6. അപ്പോൾ 64/6 മൈനസ് 1/6 ആക്ച്വലി 63/6 എന്ന് കിട്ടും. √2 വെളിയിലെടുത്തു. നെക്സ്റ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ.
അപ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റയുടെ ഇന്റഗ്രൽ കാണാൻ വേണ്ടി സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്ക്വയറുമായി ബന്ധപ്പെട്ട ഇന്റഗ്രൽസ് ചെയ്യുന്നത്. സോ ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഇന്റഗ്രൽ 0 to 2 pi 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2. 1/2 കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. സോ ഇന്റഗ്രൽ 0 to 2 pi 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് വരും. 1ന്റെ ഇന്റഗ്രൽ ഈസ് തീറ്റ, കോസ് 2 തീറ്റയുടെ ഇന്റഗ്രൽ ഈസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 0 to 2 pi കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ഈസ് 2 pi, സൈൻ 2 into 2 pi സൈൻ 4 pi, സൈൻ 4 pi 0 ആണ്. ഓക്കെ, ആ ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ തീറ്റ 0 ആകുമ്പോൾ ആൻസർ ഈസ് 0. സൈൻ 0 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാലും 0 തന്നെയാണ്. സോ ഒറ്റ ആൻസർ ഇവിടെ വരത്തുള്ളൂ, 2 pi മാത്രം. സോ 1/2 into 2 pi ആണ്. 1/2 into 2 pi ഈസ് ആക്ച്വലി പൈ എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഈസ് പൈ എന്ന് കിട്ടും. അത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ √2 into 63/6 into പൈ എന്ന് കിട്ടും, വിച്ച് വിൽ ബി ദി ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽസ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്നത്. സോ താങ്ക് യു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.